പത്തരമാറ്റ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അനിയുടെയും അവന്തികയുടെയും വിവാഹ നിശ്ചയം എന്നേക്കുമായി മുടങ്ങിപ്പോയിരിക്കുന്നു എന്ന സത്യം ഉൾക്കൊള്ളാനാവാതെ നിന്ന പലർക്കും അതങ്ങ് വിശ്വസിക്കാനേ ആയിരുന്നില്ല. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം കൺമുന്നിൽ വെച്ച് തകർന്നഴിയുന്നത് കണ്ട അവന്തിക ഒരു തളർച്ചയോടെ കസേരയിലേക്ക് അങ്ങിരുന്നു. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീര് ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു. മുത്തശ്ശൻ പതുക്കെ അവളുടെ അടുത്തേക്ക് നടന്നു. ആ വലിയ മനുഷ്യന്റെ മുഖത്തും വല്ലാത്ത സങ്കട തളം കെട്ടി നിന്നിരുന്നു. അദ്ദേഹം പതുക്കെ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, മോളെ അവന്തികയെ, നീ ഇങ്ങനെ സങ്കടപ്പെടാതെ. ഇതിനൊരു താൽക്കാലിക പ്രശ്നം മാത്രമല്ലേ ഉള്ളൂ. അനാമികയുമായിട്ടുള്ള അവന്റെ ഡിവോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ നിന്റെ ഈ ഒരു കാര്യം നമുക്ക് വീണ്ടും തീരുമാനിക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കാം. നീ ഇങ്ങനെ കരയാതിരിക്കും മോളെ. എന്നാൽ അവന്തികയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ആ വാക്കുകളിലെ പൊള്ളത്തരം. ഈ വിവാഹം ഇനി ഒരിക്കലും നടക്കാൻ പോകില്ല എന്ന് അവളുടെ ഉള്ളിൽ ആരോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അവൾ ശൂന്യമായ കണ്ണുകളിലൂടെ മുത്തശ്ശിയെ നോക്കി. ആ നോട്ടത്തിൽ എല്ലാം ഉണ്ടായിരുന്നു. തകർന്നടഞ്ഞ പ്രതീക്ഷകളും വരാനിരിക്കുന്ന ഇരുണ്ട ഭാവിയും. ഇതേ സമയം നഗരത്തിൽ മറ്റൊരു കോണിൽ ഇടിഞ്ഞ ആ ഒരു മുറിയിൽ കോപം കൊണ്ട് ജ്വലിക്കുമായിരുന്നു നാഗേന്ദ്രൻ. തന്റെ മകളുടെ വിവാഹം നടന്നാൽ തനിക്കും തന്റെ ബിസിനസ്സിലും വരാനിരിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചൊക്കെ അയാൾക്ക് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ടിരുന്നു. എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തകിടം മറിഞ്ഞിരിക്കുന്നു. കയ്യിലിരുന്ന മദ്യ ഗ്ലാസ് അയാൾ ദേഷ്യത്തോടങ്ങ് ഭിത്തിയിലേക്കങ്ങ് വലിച്ചെറിഞ്ഞു. ഗ്ലാസ് പൊട്ടിച്ചിതറുന്ന ആ ഒരു ശബ്ദം മുറിയിലാകങ്ങനെ നിശബ്ദതയേക്കൊക്കെ കീറി മുറിച്ചു. അയാളുടെ മുന്നിൽ ഭയത്തോടെ നിൽക്കുകയായിരുന്നു അഭി. നാഗേന്ദ്രൻ അലറി, എടാ, നിങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നിട്ടും എന്തിനാടാ അവളൊക്കെ ഇങ്ങനെ അവിടെ കയറ്റി നിർത്തിയിരിക്കുന്നത്? ആ അനാമിക വന്നപ്പോൾ തന്നെ നിനക്ക് അവളെ അങ്ങ് പടിയടിച്ച് പുറത്താക്കാനൊന്നും നിനക്കൊന്നും കഴിഞ്ഞില്ലേ? അഭി തല കുനിച്ചു നിന്നു. പിന്നെ പതുക്കെ പറഞ്ഞു, അച്ഛാ, അതൊന്നും അത്ര എളുപ്പമായിരുന്നില്ല. അവൾ മാത്രമല്ല, ആ നന്ദു, അവളും ഉണ്ടായിരുന്നു ഇതിന്റെ പിന്നിൽ. ഇതെല്ലാം തന്നെ അവരെല്ലാവരും കൂടി മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്ത പണിയാ. നമ്മളെല്ലാവരും വിചാരിച്ചാൽ പോലും അതൊന്നും തടയാൻ പറ്റാവുന്നതിലും അപ്പുറമായിരുന്നു കാര്യങ്ങളൊക്കെ. നാഗേന്ദ്രൻ പല്ലുറുമ്പി. വർഷങ്ങളായി താൻ കാത്തിരുന്ന അവസരമാണ് ഈ ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ ഇല്ലാതായത്. അയാളുടെ കണ്ണുകളിൽ പക എരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അവന്തിക അച്ഛനെ കാണാൻ വേണ്ടി നാഗേന്ദ്രനെ കാണാൻ വേണ്ടി വന്നു. എന്തിനാടോ താൻ ഇങ്ങോട്ടേക്ക് വന്നത്? ഞാൻ വിചാരിച്ചത് ഇനി ഇങ്ങോട്ടേക്ക് വരില്ലെന്നാ നാഗിദിനെ ചോദിച്ചു. അവന്തിക ഒരു നെടുവീർപ്പോട് കസേരയിലേക്ക് ഇരുന്നു. അച്ഛാ, ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഇതെന്റെ ഈ ഒരു കല്യാണം അങ്ങ് മുടങ്ങിപ്പോവാണ്. എനിക്ക് യാതൊരുവിധ ഇഷ്ടമില്ലായിരുന്നിട്ടും അച്ഛൻ്റെ നിർബന്ധപ്രകാരം മാത്രമാ ഞാൻ അനിയുടെ മുന്നിലിങ്ങനെ തല കുനിച്ച് താലി കെട്ടാൻ വേണ്ടി നിന്നു കൊടുക്കാൻ പോലും തയ്യാറായത്. അച്ഛൻ്റെ പ്ലാന് നടക്കാൻ വേണ്ടി മാത്രം. പക്ഷേ ഇപ്പം എന്തായി? എല്ലാം കൈവിട്ടു പോയില്ലേ? മകളുടെ സങ്കടം കണ്ട നാഗേന്ദ്രൻ പതുക്കെ അവളെ അടുത്തേക്ക് വിളിച്ചു. അവളുടെ തോളിൽ കൈവച്ചുകൊണ്ടതിന് അയാൾ പറഞ്ഞു, മോളെ, നീ ഇങ്ങനെ തളരാൻ പാടില്ല. ഈ നാഗേന്ദ്രൻ എന്തെങ്കിലും ഒന്ന് മനസ്സിലുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും. അതിലിനി യാതൊരുവിധ മാറ്റവും ഉണ്ടാവാൻ പാടില്ല. നീ ധൈര്യമായിട്ടിരിക്ക്. ഇത് അവസാനമൊന്നുമല്ല, പുതിയൊരു കളിയുടെ തുടക്കം മാത്രമാണിത്. നാഗേന്ദ്രന്റെ വാക്കുകൾ കേട്ടിട്ടും അവന്തികയുടെ ഉള്ളിലെ ഭയം പൂർണ്ണമായിട്ടങ്ങ് വിട്ടുമാറിയിരുന്നില്ല. എങ്കിലും അച്ഛന്റെ ആത്മവിശ്വാസം അവളിൽ ചെറിയൊരു ആശ്വാസം നൽകി. ഇതേ സമയം വിവാഹം മുടങ്ങിയതിന് യാതൊരുവിധ സങ്കടവുമില്ലാതെ അവിടെ ഒരാളുണ്ടായിരുന്നു, അനി. അവൻ നേരെ പോയത് നന്ദുവിനെ കാണാനാണ്. അവനെ കണ്ടവും നന്ദുവിന്റെ കണ്ണുകളിൽ നിന്നും ഒരു ചെറിയ ചിരി വിടർന്നു. എന്തായാലും രക്ഷപ്പെട്ടുവല്ലേ? നന്ദു ചോദിച്ചു. അനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാം നിന്റെ മിടുക്കാണ്. ഉടനെ നന്ദു മുഖം കടുപ്പിച്ചു. ഈ സന്തോഷത്തിന് കാരണം ഞാനൊന്നല്ല, അനാമികയാണെന്ന് നിനക്കറിയാമല്ലോ. അവൾ വന്നതുകൊണ്ട് ഈ നാടകമൊക്കെ പൊളിഞ്ഞടങ്ങി. പക്ഷേ അനി, ഇതൊക്കെ എത്ര നാളത്തേക്ക് നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആർക്കറിയാം. അനാമികയുടെ ഡിവോഴ്സ് കിട്ടിയ ഉടനെ തന്നെ അവന്തികയുമായിട്ടുള്ള വിവാഹം നടത്തണമെന്നാ എല്ലാവരും പറയുന്നത്. അനിയുടെ മുഖത്ത് ചിരി അങ്ങ് മാഞ്ഞു. അവൻ വളരെ ഗൗരവത്തോടെ നന്ദുവിന്റെ കൈകൾ പിടിച്ചു. നന്ദു, നീ എന്താ ഈ പറയുന്നത്? എനിക്കൊട്ടും ഇഷ്ടമില്ലാത്ത ഈ ഒരു ബന്ധമാണിത്. എൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും അങ്ങനെ ഒരു വിവാഹം ഉണ്ടാവില്ല. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ എല്ലാവരോടും തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിലൊരു മാറ്റവും ഉണ്ടാവില്ല. നന്ദുവിൻ്റെ കണ്ണുകളിൽ ചെറിയൊരു ആശങ്ക നേടിച്ചു. എന്നാലും എനിക്ക് പേടിയാവുന്നു അനി. ഇവരൊക്കെ എന്ത് ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അനി അവളെ ചേർത്ത് പിടിച്ചു. നീ എന്താണ് പേടിക്കുന്നത്? ഞാൻ പറഞ്ഞാൽ നിനക്ക് വിശ്വാസമാവുന്നില്ലേ? ഈ നടക്കാൻ പോകുന്ന ഈ വിവാഹം പണ്ടേ നടക്കേണ്ടതായിരുന്നു. പക്ഷേ നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ തീരുമാനം. അതുകൊണ്ടല്ലേ കൃത്യസമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എനിക്ക് തോന്നി ഇനി ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന്. അതുകൊണ്ടാ ഞാൻ മുത്തശ്ശനോട് എല്ലാം അങ്ങ് തുറന്നു പറഞ്ഞത്. നന്ദുവിന്റെ ഉള്ളിലെ ഭാരമെല്ലാം അതോടുകൂടെ അങ്ങ് ഒഴിഞ്ഞുപോയി. പരസ്പരം നോക്കി നിൽക്കുമ്പോൾ തന്നെ അവരുടെ കണ്ണുകളിൽ പുതിയൊരു ജീവിതത്തിന്റെ പ്രതീക്ഷകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. എന്നാൽ തറവാട്ടിൽ മറ്റു ചിലരുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. ജലജയും ജാനകിയും ഒരു മുറിയിലിങ്ങനെ അടച്ചിരുന്ന് തല പോകുകയായിരുന്നു. ജാനകി എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും ജലജ കത്തുന്നതിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അനിയുടെ തീരുമാനത്തിൽ യാതൊരുവിധ മാറ്റവുമില്ല എന്ന് അവർക്ക് ഉറപ്പായിരുന്നു. മറുവശത്ത് കനകദുർഗയും ഗോവിന്ദനും വല്ലാത്ത ഭയത്തിലായിരുന്നു. ജോത്സ്യൻ പറഞ്ഞ ആ വാക്കുകൾ കനകദുർഗയുടെ കാതിലിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരുന്നു. നന്ദിയും അനിയും തമ്മിലുള്ള ആ ഒരു വിവാഹം നടക്കുമെന്നായിരുന്നു ജോത്സ്യന്റെ പ്രവചനം.
കനകദുർഗ ഗോവിന്ദന്റെ കൈകൾ പിടിച്ചുകൊണ്ട് വിതുമ്പി. മനുഷ്യ, ഈ ജ്യോത്സ്യൻ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുമോ? അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, എനിക്കങ്ങ് ചത്താ മതി. ഗോവിന്ദൻ അവൾ ആശ്വസിപ്പിച്ചു. നീ ഇങ്ങനെ കരയാതെ കനകം, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവാതിരിക്കില്ല, നമുക്ക് നോക്കാം. ഇതേ സമയം നവീന്റെ അവസ്ഥ ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല. നന്ദുവിനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്ന് സ്വപ്നം കണ്ട് നിന്നുവരുന്നതാണ് അവൻ. പക്ഷേ അപ്പോൾ അവനാണ് ഏറ്റവും വലിയ ഇടിവെട്ട് പണി കിട്ടിയിരിക്കുന്നത്. എല്ലാം കൈവിട്ടു പോയതിന്റെ നിരാശ അവനെ കാർന്നു തിന്നുകൊണ്ടിരുന്നു. ഈ സംഭവ വികാസങ്ങൾക്കിടയിൽ ആദർശ് വളരെ ഗൗരവമേറിയ ചില അന്വേഷണങ്ങളിലായിരുന്നു. നാഗേന്ദ്രനെ എന്തുകൊണ്ടാണ് വർഷങ്ങൾക്ക് മുൻപ് ഈ വീട്ടിൽ നിന്നും ഇറക്കിവിട്ടത്? ആ ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം മുത്തശ്ശനോ മറ്റാർക്കെങ്കിലും ഇതുവരെ നൽകിയിട്ടുണ്ടായിരുന്നില്ല. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് കണ്ടുപിടിക്കണമെന്ന് തന്നെ ആദർശ് ഉറപ്പിച്ചു. അന്വേഷണങ്ങൾക്കൊടുവിൽ മുത്തശ്ശന്റെ പഴയൊരു സുഹൃത്തിനെ കുറിച്ച് ആദർശിന് വിവരം ലഭിച്ചു. വർഷങ്ങളോളം മൂർത്തി ജ്വല്ലറി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രായം തളർത്തിയ ഒരു മനുഷ്യൻ. ആദർശ് അയാളെ തേടി ചെന്നു. ഒരു ചെറിയ ഓലമേടിന വീടിൽ വരാന്തയിൽ ഇങ്ങനെ ചുമരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു ആ വൃദ്ധൻ. ആദർശ് സ്വയം പരിചയപ്പെടുത്തിയപ്പോൾ അയാളുടെ കണ്ണുകളിൽ പഴയ ഓർമ്മകളുടെ തിളക്കം വന്നു. എന്താണോ യഥാർത്ഥത്തിൽ എന്ന് സംഭവിച്ചത്? നാഗേന്ദ്രൻ എന്തിനാ മുത്തശ്ശൻ വീട്ടിൽ നിന്നും പുറത്താക്കിയത്? ആദർശ് ആകാംക്ഷയോട് ചോദിച്ചു. വൃദ്ധൻ ദീർഘമായൊന്ന് നിശ്വസിച്ചു. പിന്നെ ഭൂതകാലത്തിന്റെ ഏടുകൾ ഒന്നൊന്നൊന്നായി ഇങ്ങനെ മറച്ചു തുടങ്ങി. മോനെ, അന്ന് നാഗേന്ദ്രൻ മൂർത്തീശ്വരരിൽ വന്ന ജലജയെ കല്യാണം കഴിച്ചതിന്റെ അധികാരത്തിലാണ്. തിടുക്കത്തിൽ അവൻ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവന്തിക അന്ന് തീരെ ചെറിയ കുട്ടിയായിരുന്നു. പക്ഷേ അധികകാലം ആ നല്ല നടപ്പൊന്നും തുടർന്നില്ല. പണത്തോടുള്ള ആർത്തി അവനെ ആകെ മാറ്റിമറിച്ചു. ജലജയുടെ സ്വഭാവം നിനക്കറിയാലോ, അവൾക്കു പണം തന്നെയായിരുന്നു വലുത്. ആദർശൊന്ന് തലയാട്ടി വൃദ്ധൻ തുടർന്നു. അങ്ങനെ കൂടുതൽ പണം ഉണ്ടാക്കാൻ വേണ്ടി നാഗേന്ദ്രൻ കുറുക്കുവഴികൾ തേടി. കള്ളക്കടത്തും മറ്റു പലതുമായിട്ട് ഇടപാടുകളൊക്കെ അവൻ ജ്വല്ലറിയുടെ മറവിൽ ഓരോന്നും കാണിക്കാനും തുടങ്ങി. ഈ കാര്യങ്ങളെല്ലാം തന്നെ ജലജക്കറിയാമായിരുന്നു. അവൻ അവളോട് പറഞ്ഞപ്പോൾ അവൾ അത് പൂർണ്ണമായും തന്നെ പിന്തുണച്ചു. എന്ത് വന്നാലും എന്ത് പ്രശ്നം വന്നാലും താൻ കൂടെ ഉണ്ടാവുമെന്നും അവൾ അവന് വാക്കുകൊടുത്തു. പിടിക്കപ്പെട്ടാൽ തന്നെ ഇറക്കിവിടും, കൂടെ വരണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ജലജ യാതൊരുവിധ മടിയും കൂടാതെ അതിനൊക്കെ സമ്മതിച്ചു. പിന്നെ എന്ത് സംഭവിച്ചു എന്ന് ആദർശ് ആകാംക്ഷയോട് ചോദിച്ചപ്പോൾ ഒന്നോ രണ്ടോ തവണ അവൻ കള്ളത്തരം കാണിച്ചപ്പോൾ ആരും അതറിഞ്ഞില്ല. പക്ഷെ പിന്നീട് മുത്തശ്ശന് സംശയം തോന്നി. അദ്ദേഹം വളരെ രഹസ്യമായി അന്വേഷിച്ചു. അവസാനം വ്യക്തമായ തെളിവോടുകൂടി നാഗേന്ദ്രനെ മുത്തശ്ശൻ കൈയോടെ പിടികൂടി. ഒന്നോ രണ്ടോ തവണ അദ്ദേഹം ക്ഷമിച്ചു നോക്കി. പക്ഷേ അവൻ വീണ്ടും അത് തന്നെ ആവർത്തിച്ചു. ഒടുവിൽ സഹിക്കെട്ട് മുത്തശ്ശൻ അവനെ കമ്പനിയിൽ നിന്നും പുറത്താക്കി. പിന്നാലെ വീട്ടിൽ നിന്നും അടിച്ചിറക്കി. വൃദ്ധനൊന്ന് നിർത്തി തൊണ്ടയിലെ കരകരപ്പൊന്ന് മാറ്റിവെച്ചതിനു ശേഷം പറഞ്ഞു. അടിച്ചിറക്കുന്ന സമയത്ത് നാഗേന്ദ്രൻ ജലജയെ വിളിച്ചിട്ടുണ്ടായിരുന്നു തൻ്റെ കൂടെ വരാൻ. പക്ഷേ അപ്പോഴാണ് ജലജയുടെ തനി നിറമങ്ങ് പുറത്തു വന്നത്. അവൾ പറഞ്ഞു, കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് എനിക്കിവിടെ നിന്നും വരാൻ പറ്റില്ല, എന്നെ പ്രതീക്ഷിക്കണ്ട, ഞാൻ ആരുടെയും കൂടെ വരുന്നില്ല എന്ന് നാഗേന്ദ്രന് കിട്ടി ഏറ്റവും വലിയ അടിയായിരുന്നു അത്. സ്വന്തം ഭാര്യയുടെ ചതി അവനെ ആകെ തളർത്തി കളഞ്ഞിരുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് അവൻ പിന്നെയും വളർന്നു വന്നത്. ആദർശനപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി. സ്വന്തം കുടുംബത്തെ ചതിച്ച ഒരു മനുഷ്യൻ, മുത്തശ്ശനെ സ്വന്തം കമ്പനിയിൽ നിന്നും പോലും പുറത്താക്കാൻ ശ്രമിച്ച ക്രൂരൻ. ആ നാഗേന്ദ്രന്റെ അതേ സ്വഭാവം തന്നെയാണ് ഇപ്പോൾ അഭിക്കും കിട്ടിയിരിക്കുന്നത്. എല്ലാം മനസ്സിലാക്കിയ ആദർശ് വേഗം തന്നെ തറവാട്ടിലേക്ക് മടങ്ങി. തറവാട്ടിലെ തിരിച്ചെത്തിയ ആദർശ് നേരെ പോയത് മുത്തശ്ശന്റെ അടുത്തേക്കാണ്. മുത്തശ്ശൻ കസേരയിൽ ഇങ്ങനെ ചാരു കസേരയിൽ കിടന്ന് കണ്ണടച്ചിങ്ങനെ കിടക്കുമായിരുന്നു. മുത്തശ്ശ, ആദർശ് പതുക്കെ വിളിച്ചു. മുത്തശ്ശന്റെ കണ്ണുകൾ തുറന്നു. ആദർശ് താൻ അറിഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ മുത്തശ്ശനോട് ചോദിച്ചു. ആദ്യം അദ്ദേഹം ഒന്നും പറയാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ ആദർശിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഒടുവിൽ അദ്ദേഹം വാ തുറന്നു. അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ വല്ലാത്ത കോപമുണ്ടായിരുന്നു. അവൻ വെറുതെ അല്ലടാ മോനെ തിരികെ വന്നിരിക്കുന്നത്. വ്യക്തമായ പ്ലാനോടുകൂടി തന്നെയാ. അവനെ അന്ന് തന്നെ അങ്ങ് തീർക്കണമായിരുന്നു. അതൊന്നും എനിക്കറിയാഞ്ഞിട്ടല്ല. പക്ഷേ ജലജയുടെ ഭർത്താവല്ലേ എന്ന് ഓർത്തുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിച്ചു വിട്ടതാണ്. അവൻ ഇത്രയും വലിയൊരു കൊടും വിഷമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇത്ര കാലത്തിന് ശേഷം അവൻ വീണ്ടും അവിടെ വന്ന് കുടുംബത്തോട് കളി തുടക്കുമെന്ന് ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അങ്ങനെ അറിയാമായിരുന്നെങ്കിൽ ഞാൻ അന്ന് തന്നെ അവനെങ്ങ് കൊന്നു കുഴിച്ചു മൂടിയേനെ. മുത്തശ്ശന്റെ നെഞ്ച് വിതുമ്പുന്നുണ്ടായിരുന്നു. ആദർശ് അദ്ദേഹത്തിന്റെ കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. മുത്തശ്ശൻ ഇനി ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ആ നാഗേന്ദ്രൻ ഇനി തല പൊക്കാതെ ഞാൻ നോക്കിക്കോളാം മുത്തശ്ശ. അവനുള്ള മരുന്നൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ആദർശ് മുത്തശ്ശന് ചില പ്ലാനുകളൊക്കെ വിശദീകരിച്ചു കൊടുത്തു. ഇനി എന്ത് ചെയ്യണം, എങ്ങനെ നേരിടണമെന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ തന്നെ ആദർശ് തയ്യാറാക്കിയിരുന്നു. എങ്കിലും അവന്റെ ഉള്ളിൽ ഒരു സംശയം ബാക്കിയുണ്ടായിരുന്നു. അവന്തികയും നാഗേന്ദ്രനും തമ്മിൽ എന്തെങ്കിലും രഹസ്യബന്ധമുണ്ടോ? അത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. നാഗേന്ദ്രനുമായി തനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല. താൻ അയാളെ കാണാൻ പോലും തയ്യാറാവില്ല എന്നൊക്കെ അഭി ജലജയെ വിശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ കള്ളൻ കപ്പലിൽ തള്ളി എന്ന് പറയുന്നത് പോലെ ജലജ വൈകാതെ തന്നെ എല്ലാം തിരിച്ചറിഞ്ഞു. ഒരു ദിവസം നഗരത്തിലെ തിരക്കേറിയ ഒരു റോഡിൽ വെച്ച് അച്ഛനും മകനും സംസാരിച്ചു നിൽക്കുന്നതെല്ലാം തന്നെ ജലജ നേരിട്ട് കണ്ടു. അവന്റെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് പോലെ തോന്നി. രാത്രി അഭി വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ജലജ അവനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എടാ, നീ എവിടെ പോയിട്ട് വരികടാ? ജലജയുടെ ശബ്ദത്തിൽ ദേഷ്യം നിറഞ്ഞു നിന്നു.
ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോയതാണമ്മേ. അഭി കള്ളം പറഞ്ഞു. നിർത്തടാ നിന്റെ കള്ളം. ജലജ അലറി. നീ ആരെ കാണാൻ പോയതെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ആ നാഗേന്ദ്രനല്ലേ നീ കാണാൻ പോയത്? എന്നോട് നീ എന്തിനാടാ ഇങ്ങനെ നുണ പറയുന്നത്? അവനുമായിട്ട് ഒരു ബന്ധമില്ലെന്നല്ലേ നീ പറഞ്ഞത്? അഭി കുറച്ചു നേരം ഒന്ന് നിശബ്ദനായി നിന്നു. പിന്നെ അവന്റെ മുഖത്ത് ഒരു പരിഹാസ ചിരി വിരുന്നു. അതെ, ഞാൻ എൻ്റെ അച്ഛനെ തന്നെയാ കാണാൻ പോയത്. അതിനിപ്പോ എന്താ? അമ്മക്ക് എന്നെ തടയാൻ പറ്റുമോ? ജലജയുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. എടോ, അവൻ എന്തൊരു ആളാണെന്നൊന്നും നിനക്കറിയില്ല. അവൻ നമ്മളെയൊക്കെ നശിപ്പിക്കും. നീ ഇനി മേലാൽ അവനെ പോയി കണ്ടേക്കരുത്. അഭി ദേഷ്യത്തോടു കൂടി ജലജയുടെ അടുത്തേക്ക് വന്ന് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അമ്മ ഇനി എന്നെ ഭരിക്കാനൊന്നും വരണ്ട. ഇനി അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ തടയാൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ അങ്ങ് പോവും. പിന്നെ അമ്മ ഒരിക്കലും എന്നെ കാണില്ല. മനസ്സിലായല്ലോ അമ്മക്ക്? ഇതൊരു വലിയ ഭീഷണി തന്നെയായിരുന്നു. ജലജ ആകെ തകർന്നുപോയി. സ്വന്തം മകൻ തന്നെ വിട്ടുപോകുമോ എന്ന ഭയം അവളെ വല്ലാതെ വേട്ടയാടാൻ തുടങ്ങി. നാഗേന്ദ്രൻ എത്രത്തോളം ക്രൂരനാണ് എന്നും അയാൾ എന്തു ചെയ്യാൻ മടിയില്ലാത്തവനാണെന്നും ജലജയ്ക്ക് മറ്റാരേക്കാളും നന്നായിട്ട് അറിയാമായിരുന്നു. അയാൾ തന്റെ മക്കളെ ഉപയോഗിച്ചു തന്നോട് പ്രതികാരം വീട്ടുകയാണോ? ജലജയുടെ ഉള്ളിൽ ഭയത്തിന്റെ ഒരു കടൽ തന്നെ അങ്ങ് രൂപപ്പെട്ടു. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നും പഴയ രഹസ്യങ്ങളെല്ലാം തന്നെ ഓരോന്നോരോന്നായി പുറത്തു വരുമ്പോൾ അനന്തപുരി തറവാട് അക്ഷരാർത്ഥത്തിൽ ഒരു യുദ്ധക്കളമായി മാറുന്നതാണ് കാണാൻ പോകുന്നത്. നാഗേന്ദ്രനെ തകർക്കാൻ വേണ്ടി ജലജ സ്വന്തം നിലക്ക് ഇറങ്ങിത്തിരിക്കുവോ, അതോ മകനെ ഓർത്ത് നാഗേന്ദ്രനുമായി ഒരു ധാരണയിൽ അവരെത്തുമോ? ആ ഒരു വലിയ ചോദ്യത്തിനുള്ള ഉത്തരം ഇനി വരും ദിവസം